പണ്ടൊക്കെ പ്രമേഹം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ മരിക്കുമായിരുന്നു. ഇപ്പോൾ പ്രമേഹം വന്നു കഴിഞ്ഞാൽ പ്രമേഹം പുതിയതായിട്ട് കണ്ടെത്തുന്നത് പലപ്പോഴും ചെറുപ്പക്കാരില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോഴാണെങ്കിൽ ആയുസ് ഏകദേശം 76-77 വയസ്സ് വരെയൊക്കെ കേരളത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളിപ്പോൾ മലയാളി കഴിക്കുന്ന ചോറിൻ്റെ അളവ് ഒരുപാട് കൂടുതലാണ്. അത് കഴിച്ച് ആരും മരിക്കില്ല. അത് കഴിച്ച് ആർക്കും ഗുരുതരമായ രോഗം വൃക്കയിലോ കരളിലോ വരില്ല. നിങ്ങൾ പുറത്ത് എന്ത് വേണോ ഇട്ടോ കുഴപ്പമില്ല. ബട്ട് നെവർ യൂസ് ഇറ്റ് ഇൻറ്റേർണലി. പ്രമേഹത്തിന് മറ്റൊരു കൗതുകമുള്ളൊരു പേരുണ്ട്, നിശബ്ദ കൊലയാളി. നമസ്കാരം, വനിതയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഡയബറ്റീസിനെ പറ്റി സംസാരിക്കാൻ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ജ്യോതിദേവ് കേശദേവാണ്. ഡോക്ടർ സ്വാഗതം. നമസ്കാരം. അസുഖങ്ങൾ എന്ന് പറയുമ്പം കാലക്രമേണ ഇവയ്ക്കൊരു വ്യത്യാസം വരാറുണ്ട്. അപ്പം ഡയബറ്റീസിനെ സംബന്ധിച്ച് ഡോക്ടറിൻ്റെ ഒരു നിരീക്ഷണം എന്താണ്? ഇതിന് വ്യത്യാസങ്ങൾ വരാറുണ്ടോ? എന്താണ് ഡോക്ടർക്ക് തോന്നുന്നത്? എനിക്കൊന്ന് സ്നേഹയുടെ ചോദ്യം വളരെ രസാവഹമായ ചോദ്യമാണ്. അതായത് പ്രമേഹത്തിന് രൂപാന്തരങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു സന്തോഷ വാർത്തയുള്ളത്, പണ്ടൊക്കെ പ്രമേഹം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ മരിക്കുമായിരുന്നു, കോംപ്ലിക്കേഷൻസൊക്കെ കാരണം. അപ്പോൾ ആ മരണനിരക്കിൽ വ്യത്യാസം വന്നു. ഇപ്പോൾ പ്രമേഹം വന്നു കഴിഞ്ഞാൽ കൂടുതൽ വർഷക്കാലം ജീവിച്ചിരിക്കാം. പ്രമേഹം വന്നു കഴിഞ്ഞാൽ ഫലപ്രദമായ ചികിത്സയുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ടൊരു വ്യത്യാസം സംഭവിച്ചത്, ഒരു 20 വർഷം മുൻപ് വരെ പ്രമേഹം വന്നെത്തിയിരുന്നത് ഒരു 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രമേഹം പുതിയതായിട്ട് കണ്ടെത്തുന്നത് പലപ്പോഴും ചെറുപ്പക്കാരിലാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു നാഷണൽ ഗൈഡ് ലൈനിൽ ഞങ്ങൾ പറയുന്നത് 25 വയസ്സ് മുതൽ പ്രമേഹത്തിനായിട്ടുള്ള സ്ക്രീനിങ് തുടങ്ങണം എന്നാണ്. അതായത് നന്നേ ചെറുപ്പത്തിൽ തന്നെ പ്രമേഹം സ്ക്രീൻ ചെയ്യണം. കാരണം ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്ന കോമണസ്റ്റ് ഡയബറ്റീസിന് പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളില്ല. അപ്പോൾ പ്രമേഹത്തിൻ്റെ രോഗലക്ഷണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് വളരെ വൈകിപ്പോവും. അത് രോഗലക്ഷണം എന്ന് പറയുന്ന ശരീരഭാരം നഷ്ടപ്പെടുക, വിശപ്പ് കൂടുക, ദാഹം കൂടുക, അങ്ങനെ ഒരു 8-10 ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ വരുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ഒരാൾക്ക് വന്ന് ഏകദേശം 8 മുതൽ 10 വർഷങ്ങൾ കഴിയുമ്പോഴാണ്. പക്ഷേ ആ 8-10 വർഷങ്ങൾക്കുള്ളിൽ കോംപ്ലിക്കേഷൻസ് വന്നു കാണും. അത് ഹൃദയത്തിലായിരിക്കാം, അല്ലെങ്കിൽ വൃക്കയിലായിരിക്കാം, അല്ലെങ്കിൽ കണ്ണിൽ റെറ്റിനോപ്പതി ആയിരിക്കാം. അതുകൊണ്ട് ദ മെസ്സേജ് ഈസ് സ്ക്രീനിങ് ഷുഡ് ബി സ്റ്റാർട്ടഡ് സഫീഷ്യൻ്റ്ലി ഏർലി. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഏർലി സിംറ്റംസ് നമ്മൾ പലരും അവഗണിക്കാറുണ്ട്. എന്തൊക്കെയാണ് ഡോക്ടർ ചെറുപ്പക്കാരിലാണെങ്കിലും? അതായത് നമ്മൾ ഈ പ്രമേഹത്തിൻ്റെ സിംറ്റംസ് പറയാതിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, പ്രമേഹത്തിന് മറ്റൊരു കൗതുകമുള്ളൊരു പേരുണ്ട്, നിശബ്ദ കൊലയാളി. അത് രോഗലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് നിശബ്ദ കൊലയാളി എന്ന് പറയുന്നത്. അപ്പോൾ പ്രമേഹത്തിൻ്റെ പ്രാരംഭ അവസ്ഥയിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് പതുക്കെ 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 കൂടി തുടങ്ങുന്നു, കൊളസ്ട്രോൾ പതുക്കെ പതുക്കെ കൂടി തുടങ്ങുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ബ്ലഡ് പ്രഷറിൽ വ്യത്യാസങ്ങൾ വരുന്നു. അപ്പോൾ ഇതിലൊന്നും ഒരു ലക്ഷണം കാണില്ല. അതെല്ലാം ഒരു പരിധി കഴിഞ്ഞ് ഏകദേശം ഒരു 8-10 വർഷങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്ന് പ്രമേഹം കണ്ടെത്താൻ പോകുന്നത്, ഒരു പക്ഷേ ആരെങ്കിലും പറഞ്ഞു, അയ്യോ നീ എന്ത് ഇത്രയും ക്ഷീണിച്ചു പോയത്, ഒരുപാട് വെയിറ്റ് പോയല്ലോ, അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ വെള്ളം കുടിക്കുന്ന എന്താണ്, ഇത്രയും കൂടുതൽ ദാഹം എന്താണ്, തണുപ്പല്ലേ ചുറ്റും. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചോദിക്കുമ്പോഴായിരിക്കും നമ്മളൊരു ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഡയഗ്നോസ് പറയുന്നത് ഹാർട്ട് അറ്റാക്കായിട്ട് ICUയിൽ കിടക്കുന്ന വേളയിൽ. അപ്പോൾ പല രോഗികളും പറയും, എനിക്ക് അറ്റാക്ക് വന്നപ്പോഴാണ് ഡയബറ്റീസ് കണ്ടുപിടിച്ചത് എന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? പ്രമേഹം 8-10 വർഷങ്ങൾ നീണ്ടു നിന്നു, അത് കാരണമാണ് ഈ അറ്റാക്ക് വന്നത്. അപ്പോൾ പ്രമേഹത്തിൻ്റേതായിട്ടുള്ള രോഗലക്ഷണങ്ങൾക്കായിട്ട് ഒരിക്കലും കാത്തിരിക്കാതെ നമ്മൾ എല്ലാ വർഷവും 2 പ്രാവശ്യമെങ്കിലും 20 വയസ്സ് പ്രായം മുതൽ നമ്മളുടെ ലാബ് പരിശോധനകളും അത്യാവശ്യം കുടുംബ ഡോക്ടറെ കൊണ്ടുള്ള ഒരു പരിശോധനയും ചെയ്തിരിക്കണം. ഇപ്പോൾ ഈ പ്രമേഹം എന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ മാത്രം പറ്റുന്നതാണോ, അതോ പൂർണ്ണമായിട്ട് അതിൽ നിന്നൊരു മോചനം സാധിക്കുമോ? അതായത് ഈ പ്രമേഹം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രമേഹം ഒരുപാടുണ്ട്. അപ്പോൾ there are different types of diabetes. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ കാണുന്ന ഡയബറ്റീസ് എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് കാണുന്ന ഡയബറ്റീസ് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭേദപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 20 വർഷങ്ങളായിട്ട് ഈ വരുന്ന ആദ്യത്തെ ഒരു 3-4 വർഷങ്ങൾക്കുള്ളിൽ രോഗി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് നിയന്ത്രിക്കുക മാത്രമല്ല, ഒരു പക്ഷേ നിയന്ത്രിച്ച് ഭേദപ്പെടുത്തുവാനുള്ള മാർഗം കൂടിയുണ്ട്. അപ്പോൾ അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ,
ഡയബറ്റീസ് വരുന്നൊരു പ്രധാന കാരണം വെയിറ്റ് കൂടുമ്പോഴാണ്, പ്രത്യേകിച്ച് അരയ്ക്ക് ചുറ്റുമുള്ള ഒരു കൊഴുപ്പ് വന്ന് അടിയുന്നതും. അപ്പോൾ അങ്ങനെ വേസ്റ്റ് സർക്കംഫറൻസോ ബോഡി വെയ്റ്റൊക്കെ കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് കുറയ്ക്കുകയാണെങ്കിൽ പ്രമേഹം പോകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് അധികമായിട്ട് വെയിറ്റുള്ള ഒരാൾക്ക് 10% വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചാൽ പ്രമേഹം നമുക്ക് ഒരുപക്ഷെ പൂർണ്ണമായിട്ട് റിമിഷനിലേക്ക് പോകും. പക്ഷേ ആ വെയിറ്റ് അടുത്തൊരു 2-3 വർഷങ്ങൾക്കുള്ളിൽ തിരിച്ചു വരാം. അങ്ങനെയാണെങ്കിൽ പ്രമേഹവും തിരിച്ചു വരും. അപ്പോൾ ഈ റെമിഷനിലേക്ക് പോകാൻ സഹായിക്കുന്ന എക്സസൈസും ഡയറ്റും കൂടാതെ കഴിഞ്ഞൊരു 18 വർഷങ്ങളായിട്ട് GLP-1 ബേസ്ഡ് തെറാപ്പീസ് എന്ന് പറയുന്ന മെഡിസിൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ എ റെമിഷൻ. എല്ലാവർക്കും ഉള്ള സംശയമാണ് ഈ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന പ്രമേഹം നമുക്കത് ഒഴിവാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തടയാൻ പറ്റുമോ എന്നൊക്കെ. അതിനെപ്പറ്റി എന്താണ് ഡോക്ടറിൻ്റെ അഭിപ്രായം? നമുക്ക് പല രോഗങ്ങളും ആക്ച്വലി ഒരു ജനറ്റിക് ബേസിസ് ഉണ്ട്. ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ഒരു അസുഖം ഉണ്ടാകുക, അത് പ്രമേഹം മാത്രമല്ല. ഇപ്പോൾ പ്രമേഹം കാരണമുള്ള ഒരു വൃക്ക രോഗം അച്ഛനും അമ്മയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും മക്കൾക്ക് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലായിരിക്കും. ഇപ്പോൾ കുടുംബത്തിൽ നമ്മുടെ ഫസ്റ്റിക്ക് റിലേറ്റീവ് അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, സഹോദരങ്ങൾ ആർക്കെങ്കിലും പ്രമേഹമോ അല്ലെങ്കിൽ ഹൃദ്രോഗമോ ഉണ്ടെങ്കിൽ അത് നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇങ്ങനെ ഒരു ജനറ്റിക് പ്രീഡിസ്പൊസിഷൻ, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു രോഗമുണ്ട് എന്ന് ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ നമുക്ക് ഇത് വരുത്താതിരിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് അതിൻ്റെ ജീൻ ഉണ്ടെന്ന് വിചാരിക്കും. ഈ ജീൻ ഉണ്ടെങ്കിൽ ആ ജീൻ എക്സ്പ്രസ് ചെയ്താലേ രോഗം വരത്തുള്ളൂ. നമുക്ക് അതിനുള്ളൊരു സാധ്യത ഉണ്ടാക്കി കൊടുക്കണം. അതിപ്പോൾ രാവിലെ രാത്രി വരെ ഒരു ഓഫീസിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഒരാൾ, കമ്പ്യൂട്ടർ റൂമിൽ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കുക. അച്ഛനും അമ്മയ്ക്കൊക്കെ ഡയബറ്റീസ് ഉള്ള ഒരാളാണ്, ചെറുപ്പക്കാരനാണ്, 10-25 വയസ്സായാലും 30 വയസ്സായിട്ടുള്ളൂ, എക്സസൈസ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ ആ വ്യക്തി വാസ്തവത്തിൽ എനിക്ക് വരും എന്നറിഞ്ഞിട്ടും ആ പ്രമേഹത്തെ ക്ഷണിച്ചു വരുത്തുകയാണ്. അപ്പോൾ നമ്മൾ 1 മണിക്കൂറിൽ കൂടുതൽ ഒരു സ്ഥലത്ത് ഇരിക്കാനേ പാടില്ല. നമ്മൾ എക്സസൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഒന്നിറങ്ങി നടക്കുക, അല്ലെങ്കിൽ 1-2 പടികൾ കയറിയിട്ട് തിരിച്ചിറങ്ങുക, 1-2 നിലകൾ കയറിയിട്ട് തിരിച്ചിറങ്ങുക, ലിഫ്റ്റ് കഴിവതും ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ എത്ര തിരക്കുള്ള ജോലിക്കിടയ്ക്കും വ്യായാമം ചെയ്യാനായിട്ട് മനഃപൂർവ്വം നമ്മൾ വളണ്ടിയർലി അത് ചെയ്യാനായിട്ടുള്ള സമയം കണ്ടെത്തുക. അങ്ങനെ ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ് ആണെങ്കിൽ പോലും നമുക്ക് ടൈപ്പ് 2 പ്രമേഹത്തെ പതുക്കെ അകറ്റിയായിട്ട് നിർത്തി നമുക്ക് അത് പക്ഷേ എല്ലാ വർഷവും 1-2 വർഷം പരിശോധിക്കേണ്ടി വരും. പ്രമേഹത്തിൻ്റെ പ്രാരംഭ അവസ്ഥയുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ഗ്ലൂക്കോസ് നിരീക്ഷണം, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്, സെൻസേഴ്സ് ഉപയോഗിക്കുക, സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് എക്സസൈസ്, അത്യാവശ്യം വേണ്ട ഉറക്കത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 6 to 8 hours ആണ്. അപ്പോൾ ഉറക്കം അത്യാവശ്യത്തിന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഡയറ്റും എക്സസൈസ് മാത്രമല്ല, ഏകദേശം 10-40 ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് നോക്കിയിട്ട് ഓരോന്നും നമ്മളായിട്ട് നോക്കണ്ട, കാരണം ഇപ്പോൾ ഓട്ടോമാറ്റിക്കല്ലേ പലതും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സ്മാർട്ട് ഡിവൈസസ് ഉപയോഗിച്ച് ഇതൊക്കെ നമുക്ക് സാധ്യമാണ്. പക്ഷേ വ്യാജ വാർത്തകൾ, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലെയുള്ള ഓതൻറ്റിക് ചാനൽസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് അൺഓതൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. അതിൽ പെട്ടുപോകരുത്. കാരണം അങ്ങനെ പ്രമേഹം ചികിത്സിച്ച് ഭേദപ്പെടുത്താം, ഈ ഔഷധം കഴിക്കുക, അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ 1,00,000 രൂപ നമ്മൾ 1 വർഷം ചിലവാക്കി കഴിഞ്ഞാൽ പ്രമേഹം അപ്രത്യക്ഷമാകും. ഇതെല്ലാം അബദ്ധങ്ങളാണ്. ഇതിലെല്ലാം കബളിക്കപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം ലക്ഷോപലക്ഷമാണ്. അപ്പോൾ അതിൽ വന്ന് പെട്ടുപോകരുത്. കാരണം മലയാളികളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് വിദ്യാഭ്യാസമൊക്കെ കൂടുതലാണെങ്കിലും നമ്മൾ പൊതുവേ നമുക്ക് വിവേകം കുറച്ച് കുറവാണ്. അപ്പോൾ പെട്ടെന്ന് പറ്റിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതിൽ ചെന്ന് വീണ് പോകരുത്. പ്രമേഹ രോഗികൾ കൂടുതലായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു ഇതാണ് CGM ഉള്ളത്. അപ്പോൾ അത് ശരിക്കും നല്ലൊരു ഓപ്ഷനാണോ? ഇപ്പോൾ ഞാൻ CGM ധരിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് പ്രമേഹ രോഗ ചികിത്സയിൽ എത്ര വർഷമായെന്നറിയാം വന്നിട്ട്? 21 വർഷമായി. അപ്പം ഞങ്ങൾ അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് 2004 കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്. അപ്പോൾ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ടെക്നോളജിയാണ്. പക്ഷേ ആ ടെക്നോളജി ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ് ചെയ്തു. അപ്പോൾ ആ അഡ്വാൻസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ മിനിറ്റുള്ള ഗ്ലൂക്കോസ് നമുക്ക് വാച്ചിൽ കിട്ടും, ഫോണിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് കിട്ടും. ഇപ്പോൾ രാത്രി കിടന്നുറങ്ങുന്ന വേളയിൽ നമുക്ക് ഓരോ പ്രാവശ്യം കുത്തി നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ആണെങ്കിൽ നമുക്ക് ആ ഗ്രാഫും പൂർണ്ണമായിട്ടും കിട്ടുകയാണ്. ഇപ്പോൾ രാത്രി കിടന്നുറങ്ങുന്ന വേളയിൽ ഗ്ലൂക്കോസ് കുറഞ്ഞു പോവുകയാണെങ്കിൽ അതനുസരിച്ച് മരുന്നുകളുടെ ഡോസ് കുറയ്ക്കാം. കൂടിപ്പോവുകയാണ് എങ്കിൽ ചിലപ്പോൾ കിടന്നുറങ്ങുന്ന വേളയിൽ ഗ്ലൂക്കോസ് 100, ഉണർന്നെഴുന്നേക്കാൻ പോകുന്നതിന് 2-3 മണിക്കൂർ മുമ്പായിട്ട് 200 ആകും. അപ്പോൾ ഇതെല്ലാം CGM-ൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് കിട്ടും.
അപ്പോൾ അത് ക്ലൗഡ് നമുക്ക് ഡോക്ടേഴ്സിന് കിട്ടുന്ന ക്ലൗഡിലൂടെയാണ്. അപ്പോൾ ക്ലൗഡിൽ ആ ഡേറ്റ് ഉപയോഗിച്ച് റിമോട്ടായിട്ട് തന്നെ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വരാതെ തന്നെ നമുക്ക് പേഷ്യൻ്റെ ഡോസിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി കൊടുക്കാൻ സാധിക്കും. അതായത് CGM വന്നതിന് ശേഷം നമ്മൾ ഗ്ലൂക്കോസിനെ കുറിച്ച് പറയുന്നത് TIR ആണ്. അതായത് നോർമൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 70-നും 140-നും ഇടയ്ക്കാണ്. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ 180 വരെ ആകാം, നോർമൽ അല്ലെങ്കിൽ പോലും. അപ്പോൾ അത് ഇത്ര മാത്രം നോർമൽ ആയിരിക്കണം എന്നുള്ളൊരു റെക്കമെൻഡേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഒരു 24 മണിക്കൂർ നോക്കുമ്പോൾ ഒരു 70% മിനിമം അത് ഈ പറയുന്ന സംഖ്യകൾക്കുള്ളിലായിരിക്കണം. അത് താഴ്ന്നു പോയി 70-ൽ താഴെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മരണം സംഭവിക്കാം. പക്ഷേ അത് 180-ലധികമായിട്ട് മണിക്കൂറുകളോളം ദിവസങ്ങളോളം നിൽക്കുകയാണ് എങ്കിൽ അത് വൃക്കയിലും ഹൃദയത്തിലും നാഡീവ്യൂഹത്തിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ ഹൈപ്പർഗ്ലൈസീമിയയും കുഴപ്പമാണ്, ഹൈപ്പർഗ്ലൈസീമിയയും അപകടകരമാണ്. അപ്പോൾ ഈ ഹൈപ്പർഗ്ലൈസീമിയ ഭയന്നാണ് ഭാരതത്തിൽ സത്യത്തിൽ പ്രമേഹം അനിയന്ത്രിതമായിട്ട് പോകുന്നവരുടെ കണക്ക് 90% കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ പോലും ചികിത്സ ഏകദേശം പരിപൂർണമായിട്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ്. ആ രോഗത്തിൻ്റെ വിജയസാധ്യത എന്ന് പറയുന്നത് ഈ പറയുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിലൂടെ മാത്രമാണ്. അതായത് എത്ര നന്നായിട്ട് നമുക്ക് ഗ്ലൂക്കോസ് നിരീക്ഷിക്കാനും സാധിക്കുന്നുവോ, അത് ഗ്ലൂക്കോമീറ്ററിലാണെങ്കിൽ അങ്ങനെ, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മീറ്ററിൽ ഉപയോഗിച്ചാണെങ്കിൽ അങ്ങനെ. കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട ഒന്നെന്ന് പറയുന്നത് 1% എന്ന് പറയുന്നത് അതിൽ 15 മിനിറ്റാണ്. അപ്പോൾ ഞാൻ 4% സമയം മാത്രമേ ഗ്ലൂക്കോസ് 70-ൽ താഴെ പോകാൻ പാടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനർത്ഥം 1 മണിക്കൂർ എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നു ആൾക്കാർക്ക്, അല്ലേ? നമ്മുടെ സുഹൃത്തുക്കൾക്ക് തോന്നുന്ന എന്തോ കുറേ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇങ്ങനെയുള്ള അത്യാവശ്യം ബേസിക്സ് കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ പ്രമേഹ പ്രാരംഭാവസ്ഥയായ പ്രീ ഡയബറ്റീസും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രമേഹവും ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രോഗി തന്നെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ശരീരത്തിലെ ഒരു ഷുഗർ ലെവലിൻ്റെ വ്യതിയാനങ്ങൾ നിരീക്ഷിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം ചിലപ്പോൾ അത് മറ്റ് രോഗങ്ങളുടെ ലക്ഷണമാവാം. അതിനെപ്പറ്റി ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? നമ്മുടെ ഈ ഷുഗറിൻ്റെ വ്യതിയാനത്തിന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ഗ്ലൂക്കോസ് വേരിയബിലിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരേ സ്പീഡിൽ നമ്മൾ റോഡിൽ കൂടെ പോകാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ നമ്മൾ തിരക്കുള്ള വീതിയിലെത്തുമ്പോഴത്തേക്ക് സ്പീഡ് കുറയ്ക്കും, കുറച്ച് തിരക്ക് കുറയുമ്പോഴത്തേക്ക് സ്പീഡ് അല്പം കൂട്ടും. നല്ലൊരു ഹൈവേ ആണെങ്കിൽ നല്ല സ്പീഡിൽ പോകാം. അതുപോലെ ഗ്ലൂക്കോസിന് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാലും ഹൈവേയിലാണെങ്കിൽ പോലും ഒരു സ്പീഡ് ലിമിറ്റ് കാണും, അത് കഴിഞ്ഞാൽ അപകടമാണ്, അല്ലേ? അതുകൊണ്ടാണ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഗ്ലൂക്കോസ് വേരിയബിലിറ്റിക്ക് ഒരു ലിമിറ്റുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഇത്രയാകാം, ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ ഇത്രയാകാം, 2 മണിക്കൂറാകുമ്പോൾ കുറച്ച് താഴും, അത് കഴിഞ്ഞ് കുറേ കൂടെ താഴും. അപ്പോൾ ഈ വ്യതിയാനം ഒരുപാട് കൂടുതലാകുമ്പോഴത്തേക്ക് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് സിഗ്നിഫിക്കൻറ്റ് ഗ്ലൂക്കോസ് വേരിയബിലിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഉപാധികൾ ഉപയോഗിച്ച് ഈ ഗ്ലൂക്കോസ് വേരിയബിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 36% കൂടുതലാണെങ്കിൽ വേരിയബിലിറ്റി അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അങ്ങനെ വേരിയബിലിറ്റി വരുമ്പോഴത്തേക്ക് അത് രക്തധമനികളെ നശിപ്പിക്കും, എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. അതുപോലെ വൃക്ക, കാഴ്ചശക്തി, ഇതൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഗ്ലൂക്കോസ് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഒരു വശത്ത്, ഗ്ലൂക്കോസിൻ്റെ വേരിയബിലിറ്റി ചികിത്സിക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ്. അപ്പോൾ നേരത്തെ സ്നേഹ ചോദിച്ച ചോദ്യം, എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രമേഹ രോഗ ചികിത്സയിലും രോഗികളിലും വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ രോഗികളുടെ ആയുസ്സിൽ കാര്യമായ വർധനവും ഈ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ സംഭവിച്ചു. ഇപ്പോൾ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാല്, വൃക്ക, കണ്ണൊക്കെയാണ് കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന രോഗികൾക്ക്. അപ്പം ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം നമ്മൾ ഡയബറ്റീസ് പറയുന്നത് 5000 വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ള ഒരു രോഗമാണ്. 5000 ഇയേഴ്സായിട്ട് പരിചയമുണ്ട്. പക്ഷേ ഈ രോഗത്തിൻ്റെ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നത് 101 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് ഇൻസുലിൻ എന്ന് പറയുന്ന ഔഷധം കണ്ടുപിടിക്കുന്നത് 101 വർഷങ്ങൾക്ക് മുമ്പും അത് കണ്ടുപിടിച്ച ആൾക്കാർക്ക് മുഴുവൻ നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തു. കാരണം അത്രയും വലിയൊരു കണ്ടുപിടുത്തമായിരുന്നത്. അപ്പോൾ അതിനു മുൻപ് പ്രമേഹത്തിന് ചികിത്സയില്ല. അപ്പോൾ നമ്മൾ ഈ വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളെന്ന് പറയുന്നത്
ഈ 1920കളിലും 1930കളിലൊക്കെ ഉള്ള കുറേ കണ്ടുപിടുത്തങ്ങളാണ്. ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മനുഷ്യൻ്റെ ആയുസ് ഈ കണ്ടുപിടുത്തങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 150-180 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാം ഈ മനുഷ്യരുടെയൊക്കെ ആയുസ് എത്രയായിരുന്നു? ഞങ്ങളിവിടെ ഒരു സർവേ നടത്തി. 10,000 പേരിലാണ് സർവേ നടത്തിയത്. അതും ഇപ്പോഴുള്ള ആയുസ്സുമായിട്ടൊരു താരതമ്യം ചോദിച്ചു. ഞാൻ സ്നേഹമെടുത്ത ആ ചോദ്യം ചോദിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 180 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള മനുഷ്യൻ്റെ ആയുസ്, അത് എത്രയോ വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം അത് തന്നെയായിരുന്നു. അപ്പോൾ ആയുസ് എത്രയെന്നറിയാമോ? 30 വയസ്സ് താഴെയാണ്. 28 വയസ്സായിരുന്നു. പക്ഷേ ഈ സർവേയിൽ കിട്ടിയ മറുപടി 100, 110, 80 ഇതൊക്കെയായിരുന്നു കിട്ടിയ മറുപടി. അപ്പോൾ ഇത് നമ്മൾ വിക്കിപീഡിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ കൃത്യമായ ഗ്രാഫുണ്ട് അതിൽ. മനുഷ്യൻ്റെ ആയുസ് എത്രയായിരുന്നു? 1960കളിൽ ഭാരതത്തിൽ ഏകദേശം 32 വയസ്സ്, 80കളായപ്പോഴത്തേക്ക് 60-64 വയസ്സായി. അപ്പോൾ ഈ ഇൻസുലിൻ, ആൻറ്റിബയോട്ടിക്സ്, വാക്സിനേഷൻ, ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആയുസ് എന്ന് പറയുന്നത് ഒരു 30-35 വയസ്സ് ശരാശരിയാണ് ഞാൻ പറയുന്നത്. അതിൽ ഈ 28 വയസ്സ് ശരാശരി ആയുസ്സുള്ളപ്പോൾ അതിലും 70-75 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആൾക്കാരും ഉണ്ട് അപ്പോഴും. പക്ഷേ ബഹുഭൂരിപക്ഷവും 30 വയസ്സിന് മുമ്പ് മരണമടയും. ഇപ്പോഴാണെങ്കിൽ ആയുസ് ഏകദേശം 76-77 വയസ്സ് വരെയൊക്കെ കേരളത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മരുന്നുകൾ എന്ന് പറയുന്നതിൻ്റെ ആ പ്രധാന കണ്ടുപിടുത്തങ്ങളെല്ലാം ഈ 1920കളിൽ തുടങ്ങിയ കണ്ടുപിടുത്തങ്ങളാണ്. പക്ഷേ ഇപ്പോഴും പ്രമേഹം ഉൾപ്പെടെ പ്രധാന മരണകാരണങ്ങൾ, അതിലൊക്കെ വരുന്ന ചില പുതിയ മരുന്നുകൾ ഇപ്പോഴും ആയുസ് 2-3 വർഷം അധികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വലിയൊരു സെറ്റ് ബാക്ക് വന്നത് ഈ കോവിഡ് വന്ന ആ വർഷം മുതൽ ലോക ശരാശരിയിൽ 2 വയസ്സിൽ കുറവ് വന്നു ആയുസ്സിൽ. ഇപ്പം അലോപ്പതി മരുന്നുകൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ അത് ഇൻസുലിനിലാണ് ചെന്ന് അവസാനിക്കുകയെന്ന് ചിലർ പറയാറുണ്ട് ആയുർവേദമാണ് അല്ലെങ്കിൽ ഹോമിയോപ്പതിയാണ് എന്നൊക്കെ പറയാറുണ്ട്. ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? എനിക്കൊന്ന് ഇതിൽ അഭിപ്രായത്തിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഇതിൽ നമ്മളിപ്പോൾ തെറ്റിദ്ധാരണകൾ പാടില്ല, അത്രയേ ഉള്ളൂ. അതായത് ഏത് മരുന്നെന്നൊന്നില്ല. അതായത് ഇപ്പോൾ മോഡേൺ മെഡിസിൻ, അലോപ്പതി, ആയുർവേദം, ചൈനീസ് മെഡിസിൻ, അങ്ങനെയൊന്നില്ല. ആക്ച്വലി മെഡിസിൻ ഈസ് ദെയർ ഓൺലി വിച്ച് ഈസ് പ്രൂവൺ ആൻഡ് അൺപ്രൂവൺ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മറുപടിയാണ് നേരത്തെ പറഞ്ഞത്. അതായത് നമ്മൾ ഗവേഷണങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് മരുന്നുകളൊന്നും ഇല്ലാതിരുന്ന സമയത്തുള്ള മനുഷ്യൻ്റെ ആയുസ്സാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ കണ്ടുപിടിച്ചതല്ല, അത് ചരിത്രമാണത്. അന്ന് 30 വയസ്സ് വരെ പോലും ആൾക്കാർ ജീവിച്ചിരുന്നില്ല. അപ്പോൾ അന്ന് പ്രായമുള്ള ആൾക്കാരുടെ ചികിത്സ എന്തെന്ന് പോലും അറിയില്ല നമുക്ക്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട മരുന്നുകളെല്ലാം കണ്ടുപിടിച്ചത് ഈ കഴിഞ്ഞ ഏകദേശം ഒരു 100-150 വർഷങ്ങൾക്കുള്ളിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മാത്രമേ എനിക്കറിയുള്ളൂ. ഇപ്പോൾ എന്നോടൊരു മരുന്നിനെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയും, അത് ക്ലിനിക്കൽ ട്രയൽസിലൂടെ, മരുന്ന് പരീക്ഷണങ്ങളിലൂടെ വ്യക്തമായിട്ട് പരീക്ഷിച്ച് എന്തൊക്കെയാണ് ഗുണങ്ങൾ, എന്തൊക്കെയാണ് പാർശ്വഫലങ്ങൾ, ഏതൊക്കെ മരുന്നുകൾ അതിനൊപ്പം കൊടുക്കാം, ഏതൊക്കെ മരുന്നുകൾ അതിനൊപ്പം കൊടുക്കാൻ പാടില്ല, അങ്ങനെയുള്ള മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് കേരളത്തിൽ കിട്ടണം, അതുപോലെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ കാണണം, അത് ദുബായിൽ കിട്ടണം, ന്യൂയോർക്കിൽ കിട്ടണം, അത് ലോകം മുഴുവൻ അത് അംഗീകരിച്ച മരുന്നായിരിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം കിട്ടുന്ന ഒരു മരുന്ന് അത് പ്രാചീന മരുന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് നമുക്കറിയില്ല. മരുന്നിന് ഗുണമുണ്ടെങ്കിൽ, ഏത് മരുന്നിന് എന്തെങ്കിലും ഗുണമുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും അതിന് പാർശ്വഫലം കാണും. അപ്പോൾ അത് ക്ലിനിക്കൽ ട്രയൽസിലൂടെ പരീക്ഷിച്ച മരുന്നാണെങ്കിൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ അതിൻ്റെ പുറത്ത് രേഖപ്പെടുത്തിയിരിക്കും. അപ്പോൾ നമുക്കറിയാം, വെയിറ്റ് കൂടുതലാണ്, ആ വെയിറ്റിന് വേണ്ടിയുള്ള മരുന്നുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഗുരുതര പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത മരുന്നുകൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ മരുന്നുകൾ കഴിക്കുമ്പോഴത്തേക്ക് മനംവെറുപ്പുണ്ടാകാം, ചിലപ്പോൾ ഒരു ഛർദിലുണ്ടാകാം, വയറ്റിളക്കം ഉണ്ടാകാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിച്ച് ആരും മരിക്കില്ല. അത് കഴിച്ച് ആർക്കും ഗുരുതരമായ രോഗം വൃക്കയിലോ കരളിലോ വരില്ല. അപ്പോൾ ഈ സൈഡ് ഇഫക്ട്സ് നമുക്കറിയാം, ഇത്ര മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഈ മരുന്ന് മറ്റ് അസുഖങ്ങൾക്ക് കൊടുക്കുന്ന മരുന്ന്, BP കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊളസ്ട്രോൾ മരുന്ന് കഴിക്കുന്നുണ്ട്, മുട്ടുവേദനയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്. ആ മരുന്നുകൾക്കൊപ്പം ഈ പരീക്ഷിക്കപ്പെടാത്തൊരു മരുന്നാണ് നൽകുന്നതെങ്കിൽ
അത് ആ മരുന്നുകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം ഉണ്ടാകാം. അതിൻ്റെ പേരാണ് ഇൻ്ററാക്ഷൻ. അത് അതീവ ഗുരുതരമായിട്ട് മാറാം. അപ്പോൾ ഈ മോഡേൺ എറയിൽ ഇപ്പം ഞാൻ സ്നേഹം എടുത്ത് പറയുകയാണ്, എന്തിനാണ് ഈ ക്യാമറയും ലൈറ്റ് വന്നത്? ഇതൊന്നും ആവശ്യമില്ലല്ലോ നമുക്ക്. വെറുതെ നമുക്ക് ഷൂട്ട് ചെയ്താൽ പോലെ. ഞാൻ കാണിച്ചു തരാം ക്യാമറയിൽ. അതുപോലെയാണ് നമുക്ക് പരീക്ഷിക്കപ്പെടാത്ത മരുന്നുകൾ കൊടുക്കാമോ എന്നുള്ളൊരു ചോദ്യം. അതിന് മറുപടി പോലും അർഹിക്കുന്നില്ല വാസ്തവത്തിൽ. കാരണം ഞാൻ എൻ്റെ രോഗികൾ ഞാൻ പറയും, നിങ്ങൾ പുറത്ത് എന്ത് വേണോ ഇട്ടോ കുഴപ്പമില്ല, ബട്ട് നെവർ യൂസ് ഇറ്റ് ഇൻറ്റേർണലി നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന അതൊരു മരുന്നാണെങ്കിൽ, ഭക്ഷണമാണെങ്കിൽ കുഴപ്പമില്ല, മരുന്നാണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത മരുന്ന് മാത്രമേ ഉപയോഗിക്കാവൂ. ആ മരുന്ന് ലോകത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും അംഗീകരിച്ച മരുന്നായിരിക്കണം. എങ്കിൽ മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലാതെ ഒരിക്കലും ഉള്ളിലേക്കൊരു മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. നെവർ. ഇപ്പം നോർമലി നമ്മൾ ഒരു പനിയൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പം പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ഇപ്പം നമ്മൾ സ്വയം ഇപ്പം ടാബ്ലറ്റുകൾ എടുക്കാറുണ്ട്, പാരസെറ്റമോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് ഈ ഒരു ഡയബറ്റീസിന് എന്തെങ്കിലും കാരണമാവാൻ ചാൻസ് ഉണ്ടോ? നല്ല ചോദ്യമാണ്. അതായത് നമ്മൾ OTC എന്ന് പറയുന്ന മരുന്നുകൾ നമ്മുടെ നാട്ടിൽ OTC എന്നുള്ള പ്രയോഗം അധികമില്ല. പക്ഷേ നമ്മൾ മറ്റേത് രാജ്യത്ത് പോയാലും ഓവർ ദി കൗണ്ടർ എന്ന് പറയുന്ന കുറേ മരുന്നുകളുണ്ട്. ഓവർ ദി കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഓവർ ദി കൗണ്ടർ പോയി കഴിഞ്ഞാൽ കിട്ടും. അങ്ങനൊരു മരുന്നാണ് പാരസെറ്റമോൾ. അതുകൊണ്ട് അങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. പക്ഷേ ഇപ്പം ഈ വ്യാജ ചികിത്സകൾ ഒരുപാട് പ്രചാരത്തിലുള്ള ഒരു നാടാണിത്. ഇപ്പോൾ ടൈപ്പ് 1 ബാധിച്ച കുട്ടികൾക്ക് പോലും വ്യാജ ചികിത്സകൾ കൊടുക്കുന്ന ആൾക്കാർ ഈ നാട്ടിലുണ്ട്. 2-3 മരണങ്ങൾ പോലും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പണ്ട്. അക്യുപങ്ക്ചറിൻ്റെ അടുത്ത് പോയിട്ട് ഇൻസുലിൻ നിർത്തി മരിച്ചുപോയ ചെറുപ്പക്കാരനൊക്കെ ഈ കേരളത്തിൻ്റെ ചരിത്രമാണ്. അപ്പോൾ സ്റ്റിറോയിഡ്സ് ഒരുപാട് ഈ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അതറിയാതെയാണ് ഈ രോഗികൾ കഴിക്കുന്നത്. കാരണം പെട്ടെന്ന് നമുക്ക് അസുഖം കുറയുന്നു, പനിയുണ്ടെങ്കിൽ പനി പോകും സ്റ്റിറോയിഡ് കഴിച്ചു കഴിഞ്ഞാൽ. ചിലപ്പോൾ ഒരു 3-4 ദിവസം കഴിക്കുമ്പോഴത്തേക്ക് കാണുന്ന ആൾക്കാരൊക്കെ പറയും, നല്ല സുന്ദരിയായിരിക്കുന്നല്ലോ ഇപ്പോൾ എന്നൊക്കെ പറയും. കാരണം മുഖമൊക്കെ ഒന്ന് വീർക്കുന്നു. പക്ഷേ അത് കാരണം ഡയബറ്റീസ് വരാം, ഗുരുതരമായ മറ്റ് രോഗങ്ങൾ വരാം. അപ്പോൾ കഴിക്കുന്ന മരുന്ന് അത് ഉള്ളിലേക്കുള്ളൊരു മരുന്നാണെങ്കിൽ അത് എന്താണെന്നറിഞ്ഞ് അതിനെക്കുറിച്ച് നന്നായിട്ട് ഇൻ്റർനെറ്റിൽ വല്ലതും നോക്കിയിട്ട് അതിൻ്റെ സൈഡ് എഫക്ട്സ് വല്ലതും ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. ഇപ്പോൾ ചില മരുന്നുകൾ അത്യാവശ്യം 2-3-4 ദിവസങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ പേടിക്കേണ്ട. ദെയർ വോണ്ട് ബി എനി ലോങ് ടേം സൈഡ് എഫക്ട്സ്. അങ്ങനെയുള്ള ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വരെ കണ്ടിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മരുന്നുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ കൊടുക്കുന്ന ഏതെങ്കിലും പരീക്ഷണ വസ്തുക്കൾ, അത് ഈ പറയുന്ന ആയുർവേദമോ ഹോമിയോ ഒന്നും ആയിരിക്കില്ല, ഏതെങ്കിലും ഒരു പ്രദേശത്ത് കിട്ടുന്ന ഏതെങ്കിലും ഔഷധം എന്ന പേരിൽ കൊടുക്കുന്ന ഒന്ന് വാങ്ങി ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞ് 4-5 മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഗുരുതരമായ മറ്റ് രോഗങ്ങളുമായിട്ടൊക്കെ എത്തുന്നു. അപ്പോൾ അത് അവർ തുറന്ന് പറയില്ല. കാരണം അത് അബദ്ധമല്ല കാണിച്ചത്, നാണക്കേടല്ലേ. അതുകൊണ്ട് ഇങ്ങനെ അബദ്ധത്തിൽപ്പെടുന്ന ആൾക്കാർ അത് ഒരിക്കലും തുറന്നു പറയാറ് പോലുമില്ല. ഇപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുമ്പം നോർമലി ഷുഗർ അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു വിചാരം. പക്ഷെ നമ്മൾ നോർമലി കഴിക്കുന്ന നാച്ചുറൽ പ്രൊഡക്ട്സിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് ഷുഗർ കിട്ടാറുണ്ട്. അപ്പം അങ്ങനെയുള്ള എന്തൊക്കെ പ്രൊഡക്ട്സ് ഒഴിവാക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമുണ്ടോ ഡോക്ടർ? അതായത് ഈ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ആക്ച്വലി ഗ്ലൂക്കോസ് കഴിച്ച് വരുന്ന ഒരു രോഗമല്ല അത്. ടൈപ്പ് 2 ഡയബറ്റീസ് പറയുന്നത് ശരീരത്തിൽ അമിതമായ കൊഴുപ്പ് വന്നടിയുന്നു. ആ കൊഴുപ്പ് അരിക്ക് ചുറ്റും വന്നടിയുന്നു. ആൻഡ് ദർ ഈസ് എ എക്ടോപിക് ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ്. എക്ടോപിക് എന്ന് പറയുന്നത് സാധാരണ വന്നടിയേണ്ട സ്ഥലങ്ങളിലല്ലാതെ, ഇപ്പോൾ മാംസപേശികൾക്കുള്ളിൽ, ലിവറിൽ, പാൻക്രിയാസിൽ, ഹാർട്ടിൻ്റെ മസിൽസിൽ, ലിവറിൽ, കിഡ്നിയിൽ, അപ്പോൾ ഇങ്ങനെ പല പല അവയവങ്ങളിലായിട്ട് വന്ന് അടിയുമ്പോഴാണ് പതിയെ ഇൻസുലിൻ്റെ ആക്ഷൻ സാധിക്കാതെ വരും, ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആകും. അപ്പോൾ അങ്ങനെ ആക്ച്വലി ലിപ്പിഡ് മെറ്റബോളിസത്തിൻ്റെ ഡിസ്ഫങ്ഷൻ കാരണം, അതിലുള്ള അപാകതകൾ കാരണമാണ് പ്രമേഹം പതിയെ വന്നെത്തുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ, പ്രമേഹം വന്നെത്താനുള്ളൊരു സാധ്യത കണ്ടെത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രമേഹം വന്നെത്തിക്കഴിഞ്ഞാൽ ആഹാരത്തിലെ നിയന്ത്രണം വളരെ ആവശ്യമാണ്. പക്ഷേ ആഹാരം നമ്മൾ പറയുമ്പോൾ പല ഭക്ഷണം ഇപ്പോൾ പറയാറുണ്ട്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്, കീറ്റോ ഡയറ്റ്, മെഡിറ്ററേനിയൻ ഡയറ്റ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ടെത്തലുകളല്ല പറയുന്നത്. കാരണം ഞാൻ പറയുന്നതെല്ലാം ഇൻ്റർനാഷണൽ നാഷണൽ ഗൈഡ് ലൈൻസാണ്. ഇപ്പോൾ ഭാരതത്തിലെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് പ്രമേഹ രോഗ ചികിത്സയിൽ RSST ഗൈഡ് ലൈൻസാണ്. അപ്പോൾ RSST ഗൈഡ് ലൈൻസിൻ്റെ
ഒരു ഓതർ ഞാൻ കൂടിയാണ്. ഞങ്ങളുടെ സംഘടനയാണ് RSSDA. അപ്പോൾ ഈ ഗൈഡ് ലൈൻസിലെല്ലാം ഉള്ളത് എവിഡൻസ് ബേസ്ഡാണ്. എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം പരീക്ഷണം നടത്തി ക്ലിനിക്കൽ ട്രയൽസും റിയൽ വേൾഡ് ഒബ്സർവേഷനും ഒക്കെ നടത്തി ഏറ്റവും സുരക്ഷിതമായ ഭക്ഷണം പറഞ്ഞു കൊടുക്കുക. അത് എപ്പോഴും ബാലൻസ്ഡാണ്. ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ സ്കൂളിൽ പഠിച്ചത് തന്നെയാണ് ഇപ്പോഴും ഭക്ഷണം. അതായത് കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, പ്രോട്ടീൻ വേണം, മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ്, അതെല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം. പക്ഷേ നമ്മളിപ്പോൾ മലയാളി കഴിക്കുന്ന ചോറിൻ്റെ അളവ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലിപ്പോൾ ഊണ് കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഒരുപാട് ചോറിട്ടിട്ട് നമ്മൾ അവിയലോ പുളിശ്ശേരിയോ അത് വളരെ കുറച്ചായിരിക്കും അതെല്ലാം. അപ്പോൾ കുറച്ച് കൂടുതൽ മാംസം കഴിക്കുക. പ്രോട്ടീന് എന്ന് പറയുന്ന ഫിഷൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക. കാർബോഹൈഡ്രേറ്റ് നമ്മളൊരു 45-50% പറയുന്നത് അത്രയും മതി, അല്ല 70% അല്ല കാർബ് കഴിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ 70-90% പലപ്പോഴും കാർബായി പോകും. അപ്പോൾ ഒന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറയുന്നില്ല, അത്യാവശ്യം ഈ പറയുന്ന റെക്കമെൻഡേഷൻസ് അനുസരിച്ച് കഴിക്കുക. പക്ഷേ ഈ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലൂക്കോമീറ്ററിലോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ഡിവൈസിലോ നോക്കുക. കാരണം ഇപ്പോൾ സ്നേഹയ്ക്കും എനിക്കും ഒരുപോലുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിലും 1 മണിക്കൂറും 2 മണിക്കൂറും കഴിഞ്ഞ് ഗ്ലൂക്കോസ് നോക്കുമ്പോൾ നമുക്ക് 2 പേർക്കും വരാൻ പോകുന്ന വ്യത്യാസം 2 വിധത്തിലായിരിക്കും. അപ്പോൾ 2 പ്രമേഹ രോഗികൾ അത് എടുക്കുകയാണെങ്കിലും അവരിലും അത് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്ന 2 വിധത്തിലായിരിക്കും. അപ്പോൾ ഇറ്റ് വോണ്ട് ബി ദി സെയിം. അപ്പോൾ ആ ഒരു കസ്റ്റമൈസേഷനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് പ്രമേഹ രോഗികളെ സ്വാധീനിക്കുന്നത് ഒരു 20-30%. അല്ലാതെ പ്രമേഹ രോഗികളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ മാറ്റങ്ങൾക്ക് 43-ലധികം ഘടകങ്ങൾ സ്വാധീനിക്കും. അല്ലാതെ അത് ഗ്ലൂക്കോസ് മാത്രമല്ല. ഡോക്ടർ, ഇപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ പലരും പറയാറുണ്ട്, ഇപ്പോൾ ഷുഗർ ഒഴിവാക്കാമെന്ന് പറയുമ്പം അതിൽ ഫ്രൂട്ട്സും ഒഴിവാക്കണം. ഫ്രൂട്ട്സ് കഴിച്ചാലും നമുക്ക് ഷുഗർ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡയബറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ചില ഷുഗർ നമ്മളെ ബാധിക്കില്ല, ഇപ്പോൾ ഹണി, അതേപോലെ ഡേറ്റ്സ് ഒക്കെ കഴിക്കാം. അപ്പോൾ അങ്ങനെ പല പല അഭിപ്രായങ്ങളാണ്. ഇതിനെപ്പറ്റി ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അഭിപ്രായമേ ഞാൻ പറയില്ല. ഞാനീ പറയുന്നത് സയൻറ്റിഫിക് ഇൻഫർമേഷനാണ്. അപ്പോൾ റെക്കമെൻഡേഷൻസാണ് പറയുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എല്ലാ ഫ്രൂട്ട്സും ഒരുപോലല്ല. അത് ശരിയാണ്. ഈ സ്നേഹ പറഞ്ഞ ആ ഒരു പോയിൻ്റ് വളരെ ശരിയാണ്. ഇപ്പോൾ ചെറിയ പഴം പെട്ടെന്ന് ഗ്ലൂക്കോസ് കൂട്ടും, വലിയ പഴം അത്രയും പെട്ടെന്ന് ഗ്ലൂക്കോസ് കൂട്ടണം എന്നില്ല. അപ്പോൾ ഈ ഫ്രൂട്ട്സ് ആണെങ്കിലും ഏത് ഫുഡാണെങ്കിലും ഗ്ലൈസെമിക് ഇൻഡെക്സ് വ്യത്യാസമായിരിക്കും. അതായത് എത്ര പെട്ടെന്നാണ് ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്നത്, എത്ര ദൈർഘ്യം, എത്ര നേരം ഗ്ലൂക്കോസ് കൂടി നിൽക്കും. പക്ഷേ ഒരു ഡയബറ്റീസ് പേഷ്യൻ്റ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ പറയുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം. നമ്മുടെ ഡയറ്റിൽ അത്യാവശ്യം നട്ട്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അത്യാവശ്യം മാക്രോയും മൈക്രോയും ന്യൂട്രിയൻസ് കിട്ടുന്നതിന് വേണ്ടിയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഊണ് കഴിക്കുന്നു, അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ആ ബ്രേക്ക്ഫാസ്റ്റ് ഊണും മലയാളിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഊണെന്ന് പറയുന്നത് ഇഡ്ഡലിയാകാം, ദോശയാകാം, പുട്ടാകാം, ചപ്പാത്തി, പൂരി, എല്ലാത്തിലും കാർബാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഗ്ലൂക്കോസിൽ വർധനവുണ്ടാകും. ഉച്ചക്കുള്ള ഊണിൻ്റെ പ്രധാന ഘടകം അത് ചപ്പാത്തി ആണെങ്കിലും ചോറാണെങ്കിലും അതും കാർബോഹൈഡ്രേറ്റാണ്. ഇതേതെങ്കിലും കഴിച്ചിട്ട് അതിനോടൊപ്പം ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഡയബറ്റീസ് കൺട്രോൾഡ് അല്ലെങ്കിൽ നല്ലവണ്ണം സ്പൈക്ക് വരും ഗ്ലൂക്കോസിൽ. മെസ്സേജ് വളരെ സിമ്പിളാണ്. ഓരോരുത്തരിലും ഓരോ ഫ്രൂട്ടും വരുത്തി തീർക്കുന്ന ഗ്ലൂക്കോസിൻ്റെ വർധനവ് വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഒരാൾ കഴിക്കുന്ന പഴം, ആ ആൾ അത് ഊണിനോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് 250 ആകും. വേറൊരാൾ അതേ പഴം സെയിം ലഞ്ചിനൂടെ കഴിച്ചു കഴിഞ്ഞാൽ അത് 550 ആകും. അതുകൊണ്ട് ഇതിനൊന്നും ഒരു ഫിക്സഡ് നിയമമില്ല. ഇത് നമ്മൾ ചെയ്യുന്നത് ഓരോ വ്യക്തിക്ക് അവരുടെ ഡയറ്റ് എങ്ങനെയാണെന്നുള്ളത് ഡയറ്റീഷ്യൻ, ഡോക്ടർ, ഡയബറ്റീസ് എഡ്യൂക്കേറ്റർ നമ്മളെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ഈ ഡിസിഷൻ എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡാണ്. ഒരു രോഗിക്ക് കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്നത് ഡയബറ്റീസ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡയറ്റ് ഈസ് ഇൻഡിവിജ്വലൈസ്ഡ്. ആ വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ അവരുടെ മരുന്നുകൾ അതിന് വേണ്ടി അതായത് നമ്മൾ അവർക്ക് വേണ്ടി മോഡിഫൈ ചെയ്ത് കൊടുക്കുന്ന അവർ കഴിക്കുന്ന ഫുഡിന് വേണ്ടിയാണ്. പക്ഷേ എന്താണ് ചിന്തിക്കേണ്ടത്? ബോഡി മാസ് ഇൻഡെക്സും ബോഡി കോമ്പോസിഷൻ അനാലിസിസും ഇത് രണ്ടാണ്. ബോഡി മാസ് ഇൻഡെക്സ് അറിയാം അല്ലേ, ഹൈറ്റും വെയ്റ്റുമായിട്ടുള്ള ആ പ്രൊപ്പോർഷൻ.
ബോഡി കമ്പോസിഷൻ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ, കാലിൽ, അതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് 3 മിനിറ്റിനുള്ളിൽ നമ്മളുടെ ഫാറ്റ് അനാലിസിസ് നടത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ഫാറ്റ് കൂടുതൽ, എവിടെയൊക്കെയാണ് മസിൽ കുറവെന്ന് പറയുന്നത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം നിശ്ചയിച്ച ശേഷമാണ് ഈ ഇൻഡിവിജ്വലൈസ്ഡ്, അതായത് ആ വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ള വ്യക്തി കേന്ദ്രീകൃത ഡയറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഫ്രൂട്ടും പ്രോട്ടീനും വെജിറ്റബിൾസും ഒക്കെ അത് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാം, പക്ഷേ ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്ത് മാത്രം കഴിക്കുക. പലപ്പോഴും ഈ വ്യാജ ചികിത്സകരെ ഞാൻ നോക്കാറുണ്ട്. വ്യാജ ചികിത്സയിൽ പോകുന്ന രോഗികൾ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കും, അയ്യോ ഇതെങ്ങനെയാണ് ഇതിങ്ങനെ സംഭവിച്ചത്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി പോയല്ലോ, ഗ്ലൂക്കോസ് ഇപ്പോൾ HbA1c 12 ആയാലോ. അത് സാറേ ഞങ്ങൾ അവിടെ പോയി, അത് മധുരമൊക്കെ ഒരുപാട് കഴിക്കാൻ പറഞ്ഞു, ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞു, ലഡു കഴിക്കാൻ പറഞ്ഞു, ജിലേബി കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പണ്ടേ പറഞ്ഞു തന്നിട്ടില്ലേ, ഗ്ലൂക്കോമീറ്ററിൽ കൂടെ നോക്കണം, ആഹാരം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം നോക്കണം, രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് നോക്കും. അത് വ്യക്തമായിട്ടൊരു നിർദ്ദേശം തന്നിരുന്നു. ഈ ചികിത്സ നടത്തുന്ന 6 മാസം ഗ്ലൂക്കോസ് നോക്കാനേ പാടില്ലെന്ന്. അപ്പോൾ അവിടെയാണ് എൻ്റെ ഒരു മെസ്സേജ് വരുന്നത്. അതായത് ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗം ചികിത്സിക്കുന്ന വേളയിൽ നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. സ്വന്തമായിട്ട് ഗ്ലൂക്കോസ് നോക്കുക. ഭക്ഷണം കഴിച്ച് ഗ്ലൂക്കോസ് 180 കൂടുതലാണ് എങ്കിൽ, പ്രത്യേകിച്ച് 200 കൂടുതലാണെങ്കിൽ ചികിത്സ പരാജയമാണ്. അപ്പോൾ ചികിത്സ പരാജയമായിട്ട് നിലനിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം ഭാരതത്തിൽ 90 to 95% ആണ്. ചികിത്സ സ്വീകരിക്കുന്ന ആൾക്കാരിൽ ഇത് സംഭവിക്കുന്നത് ഗ്ലൂക്കോമീറ്ററൊക്കെ 10-40 വർഷമായിട്ട് നിലവിലുണ്ട്. കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് 21 വർഷങ്ങളായിട്ടുണ്ട്. ഇത് വേണ്ട വിധത്തിൽ, ഇത് നിർദ്ദേശിക്കുന്ന വിധത്തിൽ രോഗികളെ ഇത് പ്രയോജനപ്പെടുത്താത്തത് കൊണ്ടാണ് ഈ ചികിത്സ പരാജയപ്പെടുന്നത്. അതുപോലെ ബ്ലഡ് പ്രഷർ ഇതിനോടൊപ്പം വരുന്ന മറ്റൊരു രോഗമാണ്. BP-യുടെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ BP നിയന്ത്രണ വിധേയമായിട്ട് പോകുന്നത് 50% ആൾക്കാരിലാണ്. ശേഷിക്കുന്ന 50% ആൾക്കാരിലും BP വളരെ കൂടുതലാണ്, ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അത് പ്രമേഹ രോഗത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ് ഹാർട്ട് അറ്റാക്കും കിഡ്നി ഡിസീസും ഒക്കെ വരുത്തി തീർക്കുന്നതിൽ ഗ്ലൂക്കോസിനേക്കാളും കൂടുതൽ ഒരു റോളുള്ളത് ആക്ച്വലി ബ്ലഡ് പ്രഷറിനാണ്. അതും ആക്ച്വലി നോക്കേണ്ടത് വീട്ടിൽ രോഗി സ്വയമാണ്. ഹോസ്പിറ്റലിൽ പോയിട്ടല്ല ഗ്ലൂക്കോസും BP-യും നോക്കേണ്ടത്, രോഗി സ്വയമാണ് വീട്ടിൽ നോക്കേണ്ടത്. അപ്പം ഇങ്ങനെ കുറേ സാങ്കേതിക വിദ്യകൾ കൂടി രോഗി സ്വയം പഠിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ പ്രമേഹത്തെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. പ്രമേഹം കാരണം വന്നെത്തിത്തീരുന്ന ഏകദേശം 300 രോഗങ്ങളുണ്ട്. അതിൽ 30ഓളം പ്രധാനപ്പെട്ട ക്യാൻസേഴ്സാണ്. ഇതൊക്കെ തന്നെ നമുക്ക് ഫലപ്രദമായിട്ട് തടയുവാനും സാധിക്കും. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും ഡയബറ്റീസിനെ പറ്റി ഒരുപാട് പേർക്കുണ്ടായിരുന്ന സംശയങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ മാറിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്രയും ഇൻഫോർമേഷൻ തന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. ഈ അവസരത്തിന് ഒരുപാട് സന്തോഷം, നന്ദി. താങ്ക് യു ഡോക്ടർ.